മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ വീട്ടിൽ നിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. പ്രതിയുമായി നടത്തിയ പരിശോധനയിലാണ് വീണ്ടും അവശിഷ്ടം കണ്ടെത്തിയത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. രാജേഷ്, ഇപ്പോഴും തെളിവെടുപ്പ് നടത്തുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, ചേർത്തല പള്ളിപ്പുറത്തെ ഈ വീട്ടിൽ ഇന്ന് ഒരു നിർണായക പരിശോധനയ്ക്കാണ് തുടക്കം കുറിച്ചത്. ആ പരിശോധനയിൽ ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഒരു വിശദമായി തന്നെ ഈ പരിസരങ്ങളിലെല്ലാം ഒരു പരിശോധന നടത്താൻ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വീണ്ടും ഒരു അസ്ഥി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയച്ചതായാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ വീണ്ടും ഒരു കത്തിക്കരിഞ്ഞ നിലയിലുള്ള അസ്ഥികളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ കാണാതായ ആയിഷയുടെ അസ്ഥിയെന്ന് അല്ലെങ്കിൽ മൃതദേഹമെന്ന് തിരിച്ചറിയാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിൽ ആയിഷയുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിയാവുന്ന രീതിയിലുള്ള ഒരു അസ്ഥി കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു വിശദമായ പരിശോധന ഈ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത്. ഏകദേശം 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഒരു ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് സംഘം തുടങ്ങിയവർ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. വീട്ടുവളപ്പിലുള്ള കുളം വറ്റിക്കാനുള്ള നടപടിയിലേക്കാണ് ഈ അന്വേഷണ സംഘം കടക്കുന്നത്. മൃതദേഹം ഈ കുളത്തിലെങ്ങാനും ഉണ്ടോ എന്നതിലേക്ക് ഒരു അന്വേഷണം കൂടി നിലവിൽ ഇപ്പോൾ നടക്കുന്നു. ഈ വീട്ടിനുള്ളിൽ ഈ പുതിയതായി പാകിയ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിളുകൾ പൊളിച്ചു നീക്കി പരിശോധനയും ആ രീതിയിലും പരിശോധനയും നടക്കുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെത്തിയ അസ്ഥികളെല്ലാം നിലവിൽ ഇപ്പോൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ സെബാസ്റ്റ്യനെ ഈ ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകളെ ഈ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയോ എന്നതിലേക്കാണ് ഈ പോലീസിന്റെ പ്രാഥമിക ഒരു സംശയം. കൂടുതൽ മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ ലഭിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന പരിശോധനയിൽ കൂടുതൽ അവശിഷ്ടങ്ങളോ അതുപോലെ മൃതദേഹങ്ങളോ ലഭിച്ചാൽ അത് കേസിൽ വലിയൊരു മുതൽക്കൂട്ടാകുമെന്നും ഈ പ്രതിക്കെതിരെ അല്ലെങ്കിൽ സെബാസ്റ്റ്യനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ അതൊരു സാഹചര്യം ഒരുക്കുമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെബാസ്റ്റ്യന്റെ 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒരു വലിയ രീതിയിലുള്ള വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. സമീപത്തുള്ള കുളം ആണ് ഇനി അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ കുളം പറ്റിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം. അതിനിടെ ഇന്ന് നടത്തിയ ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ ഒരു 2 പുതിയ സിം കാർഡുകളും പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതി നിരന്തരം ഫോണുകളും അതുപോലെ തന്നെ സിം കാർഡും മാറ്റുന്നതായി പോലീസിന് ഒരു വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും ഒരു 2 സിം കാർഡുകൾ കൂടി നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ രീതിയിലുള്ള ഡിജിറ്റൽ തെളിവ് അല്ലെങ്കിൽ പ്രതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ തെളിവ് ശേഖരിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും ഈ സെബാസ്റ്റ്യന്റെ ഫോണും ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഒരു വ്യാപക പരിശോധനയ്ക്ക് തന്നെയാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യാപകമായ കുളവും അതുപോലെ തന്നെ പുതിയതായി ഈ വീട്ടിൽ പാകിയ ടൈലും പൊളിച്ച് വ്യാപകമായും പരിശോധന നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആതിര, തീർച്ചയായും രാജേഷ്, വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ദുരൂഹത ഏറുകയാണ്. കെടാവർ നായ്ക്കളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നതല്ലേ? ആതിര, ഈ പ്രതിക്കെതിരെ അല്ലെങ്കിൽ സെബാസ്റ്റ്യനെതിരെ ഒരു കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഒരു വ്യാപക പരിശോധന നടത്തുന്നത്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ ചേർത്തലയിൽ നിന്ന് കാണാതായ ആയിഷ എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ ആയിഷ ഈ പല്ലിൽ കമ്പി ഇട്ടതായാണ് നിലവിൽ ഇപ്പോൾ ബന്ധുക്കൾ നൽകിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ലഭിച്ച മൃതദേഹം അല്ലെങ്കിൽ അസ്ഥിയിൽ നിന്ന് ഇതുപോലെ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു വ്യാപക പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. ഈ പരിശോധന അല്ലെങ്കിൽ ഈ നടക്കുന്ന അന്വേഷണത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും എന്നതിലേക്ക് അല്ലെങ്കിൽ എന്നൊരു നിഗമനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വ്യാപക പരിശോധന തന്നെയാണ് ഈ സെബാസ്റ്റ്യന്റെ 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടക്കുന്നത്. ഈ കുളവും അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളുമാണ് നിലവിൽ പ്രധാനമായും ഈ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. അതിനായി തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള ഫയർഫോഴ്സും അതുപോലെ തന്നെ
ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഇതിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഈ പരിശോധന ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നതിലേക്ക് ഒരു വ്യക്തമായ ഒരു കാര്യം പുറത്തു വരുന്നതാണ് ആതിര. ശരി രാജേഷ്, ആലപ്പുഴ ചേർത്തല തിരോധാന കേസുകളിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി പോലീസ്. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നേരത്തെ അസ്ഥികൾ കിട്ടിയ സ്ഥലത്തു നിന്നുമാണ് ഇപ്രാവശ്യവും അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവ കത്തിക്കരിഞ്ഞ നിലയിലാണ്. സെബാസ്റ്റ്യനുമായി പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും അവശിഷ്ടം കണ്ടെത്തിയത്. SC ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്യാൻ